ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് അഹ്കാമുത് തജ്വീദിലെ അദ്ദറസു അവ്വൽ ഒന്നാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിത് 6ാം ക്ലാസ്സിൽ പഠിച്ച പാഠമാണ്. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗം ചുരുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇത് 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായിട്ട് വന്നത്. നമുക്ക് പാഠം വായിക്കാം. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ നിയമാനുസൃതം ഓതുക. ഉസ്താദ് ചോദിച്ചു, മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആനിലുള്ള പ്രത്യേകത എന്താണ്? അബ്ദുള്ള, വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. സുമയ്യ, അതിൻ്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. സഈദ്, അതിന് പ്രത്യേക എഴുത്ത് രീതിയുമുണ്ട്. ഉസ്താദ്, അൽഹംദുലില്ലാ, അഹ്സൻതും, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? കുട്ടികൾ, അതെ, തജ്വീദുൽ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ്, അത്തൗഹീദു ഇഅ്താഉ ഹുറൂഫി ഹഖ്ഖഹാ വ മുസ്തഹഖഹാ. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. തജ്വീദ് എന്നാൽ എന്ത്? മനസ്സിലാക്കാം. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണം തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കൽ നിർബന്ധമാണ്. ഇത് ഖുർആൻ, ഹദീസ്, ഇജ്മാ എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു തആല പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണുക. ഇത് ഖുർആനിൽ വന്ന ഒരു തെളിവാണ്. തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്. തുടർന്ന് അദ്ദേഹം നിയമാനുസൃതം ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ശേഷം താബിഉകളും പിന്നീട് ഖിറാഅത്തിന്റെ ഇമാമുകളും സജ്ജരിതരായ ഗുരുവര്യരും തജ്വീദ് അനുസരിച്ച് മാത്രമേ ഖുർആൻ പാരായണം നിർവഹിച്ചിട്ടുള്ളൂ. അൽ ഇമാം മുഹമ്മദ് ബിൻ ജസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ അഖ്ദു ബിത്തജ്വീദി ഖതമുൽ ലാസിമുൻ മലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസലാ വഹകദാ മിൻഹു ഇലൈനാ വസലാ. മുഹമ്മദ് ബിൻ ജസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്താ പറയുന്നത്? വൽ അഖ്ദു ബിത്തജ്വീദി ഖതമുൽ ലാസിമുൻ. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. അടുത്തതോ, മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ. തജ്വീദ് നിയമം പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യൽ കുറ്റകരമാണ്. ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസലാ. കാരണം എന്താണ്? തജ്വീദ് നിയമം അനുസരിച്ചാണ് അല്ലാഹു തആല ഖുർആൻ അവതരിച്ചത്. വഹകദാ മിൻഹു ഇലൈനാ വസലാ. അത് പ്രകാരം, അതായത് അപ്രകാരം തന്നെയാണ് ഖുർആൻ നമ്മിലേക്ക് എത്തിച്ചേർന്നതും. അപ്പോൾ ഖുർആൻ തജ്വീദ് നിയമാനുസൃതമാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അപ്പം അത് അനുസരിച്ച് പാരായണം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ബൈത്താണിത്. മുഹമ്മദ് ബിൻ ജസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് മനസ്സിലാക്കാം. ദഫ്തർ തോലിബ് നോക്കി തദ്രിവാത്തുകൾ ചെയ്യാൻ പാഠത്തിൻ്റെ വർക്ക് ദഫ്തർ തോലിബ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബുക്കിലാണ്. അപ്പോൾ അത് ചെയ്യാനാണ്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? വൽ ഖിറാഅത്ത് വൽ ഹിഫ്ള്, പാരായണം ചെയ്യേണ്ടതും ഹിഫ്ലാക്കേണ്ട ഭാഗം. നക്രോ സൂറത്തുൽ ഫാത്തിഹ വൽ ബഖറ. ഫാത്തിഹ സൂറത്തും ബഖറയിലെ 1 മുതൽ 76 ആയത്ത് വരെയും തർത്തീലായിട്ട് തജ്വീദ് നിയമപ്രകാരം സാവധാനം ഓതാനാണ് പറയുന്നത്. പിന്നെ നഹ്ഫൽ, മനഃപ്പാഠമാക്കാൻ. എന്താണ്?
സൂറത്ത് യാസീൻ 1 മുതൽ 7-ാമത്തെ ആയത്ത് വരെയും വാക്യ 1 മുതൽ 6-ാമത്തെ ആയത്ത് വരെയും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അത്രയും ആയത്തുകൾ കൂടെ ശ്രദ്ധിച്ച് പഠിച്ചു പോയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കാം. യാസീൻ നമ്മൾ ഓൾറെഡി 5-ാം ക്ലാസ്സിൽ നിന്ന് ഹിഫ്ലാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയും വേണം. അപ്പോൾ അത് മനസ്സിലാക്കി തെറ്റുകൂടാതെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ വർക്ക് ബുക്കിൽ ആദ്യം വരുന്നത് എന്താണ്? ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ അർത്ഥം എഴുതാനാണ്. ഹുറൂഫുൻ. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങൾ. ഹുറൂഫുൻ അക്ഷരങ്ങൾ. ഹത്തുമുൻ. ഹത്തുമുൻ എന്ന് പറഞ്ഞാൽ നിർബന്ധം. നിർബന്ധം. ലാസിമുൻ അതും നിർബന്ധം. ആസിമുൻ. ആസിമുൻ കുറ്റകരം. അപ്പോൾ അത് മനസ്സിലാക്കുക. ബൈത്തിൽ നിന്ന് വന്ന വേർഡ്സുകളാണ്. അടുത്ത നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്താണ് തജ്വീദ്? എന്താണ് തജ്വീദ്? അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിന് തജ്വീദ് എന്ന് പറയുന്നത്. അപ്പോൾ 1 നമുക്ക് നമ്പർ ഇട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് വർക്ക് ബുക്കിലേക്ക് തെറ്റില്ലാതെ നോക്കി എഴുതാം, പഠിക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്. 2 എന്ന് നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എഴുതാം. ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്. അടുത്ത മൂന്നാമത്തെ, ഖുർആൻ തജ്വീദ് നിയമമനുസരിച്ച് പാരായണം ചെയ്യണം. ഖുർആനിലുള്ള തെളിവെന്ത്? വറത്തിലിൽ ഖുർആന തർത്തീല. അല്ലാഹു തആല പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. ഇതാണ് ഖുർആനിലുള്ള തെളിവ്. അടുത്തത്, മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ. സാരം എഴുതുക. ആ ബൈത്തിൽ നിന്നാണ് വന്നത്. അതിൻ്റെ സാരം എഴുതണം. എന്താ എഴുതുക? നമ്മൾ അർത്ഥം പറഞ്ഞതാണ്. എന്താണ്? തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യൽ കുറ്റകരമാണ്. അപ്പോൾ അത് എഴുതുക. അടുത്തത്, വിശുദ്ധ ഖുർആനിൻ്റെ 3 പ്രത്യേകതകൾ എഴുതുക. വിശുദ്ധ ഖുർആനിൻ്റെ 3 പ്രത്യേകത പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. 1, വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. 2, അതിൻ്റെ പാരായണം, ഖുർആനിൻ്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. നമുക്കവിടെ ഖുർആനിൻ്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അതിന് പ്രത്യേക എഴുത്ത് രീതിയുണ്ട്. ഖുർആനിന് പ്രത്യേക എഴുത്ത് രീതിയുണ്ട്. അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഖുർആനിൻ്റെ 3 പ്രത്യേകതകൾ എഴുതി അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ബൈത്തിൽ നിന്ന് ഈ ഒരു ലൈന് മാത്രമാണ് സാരം എഴുതുകാരന് വന്നത്. അതുപോലെ മറ്റു ബാക്കി 3 ലൈനുകളും ഇതുപോലെ ചോദ്യമായിട്ട് വന്ന് സാരം എഴുതുക എന്ന് പറഞ്ഞ എക്സാമിന് വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത നസീൽ യോജിച്ചത് ചേർക്കാനാണ്. വല്ലഖദു ബിത്തജ്വീദി ഖതമുൻ ലാസിമുൻ. അപ്പോൾ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതാം. അടുത്ത് മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല. അപ്പോൾ അതിൻ്റെ എഴുതാം. വഹകദാ മിൻഹു ഇലൈന വസല. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അപ്പോൾ ഇതുപോലെ മാച്ച് ചെയ്യാനുള്ളതായിട്ടും എക്സാമിന് വരാം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് തജ്വീദാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച പാഠങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ബാക്കി വരുന്ന പാഠങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ എടുത്തു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആർക്കെങ്കിലും ട്യൂഷനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻ്റ് അയക്കുകയോ ചെയ്യുക. എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഇനി തജ്വീദിൻ്റെ മാത്രം ട്യൂഷനാണ് ആവശ്യമെങ്കിൽ അത് മാത്രവും നൽകും. എല്ലാവരും ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.